സുവിശേഷ സന്തോഷം വേണ്ടുവോളം നുകർന്നവളാണ് പരിശുദ്ധ അമ്മ. ജീവിത വഴികളിൽ സന്തോഷം നഷ്ടപ്പെട്ടവർ ഓടിയെത്തേണ്ട ഇടമാണ് പരിശുദ്ധ മറിയം. അവൾ നമുക്ക് സന്തോഷത്തിൻ്റെ ചിരാതുകൾ സമ്മാനിക്കും. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാഥേയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മയുടെ എളിമ എന്ന് പറയുന്ന പുണ്യത്തെക്കുറിച്ച് നമ്മൾ പങ്കുവയ്ക്കായിരുന്നു. അപ്പോൾ അത് കുറേ പേര് അവരിങ്ങനെ എളിമയിലേക്ക് ജീവിച്ചു വരുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള മക്കളോട് പറയുന്നത്, എളിമ എന്നത് അതൊരു ആളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. നീ ഒരു എളിമയുള്ള മനുഷ്യനാവുമ്പോൾ എന്തൊക്കെ കൃപ കിട്ടും എന്നുള്ളതിന് മുഴുവൻ ഈ വചനം എഴുതിച്ചിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഏതൊക്കെ തലങ്ങളിലാണെന്നുള്ളതിൻ്റെ ഒത്തിരി സന്ദർഭങ്ങൾ. അപ്പോൾ എളിമയുള്ള മനുഷ്യനെ കുറിച്ച് വിളിക്കുന്നത് എന്താ? അവൻ ദാസൻ അല്ലെങ്കിൽ ദാസി എന്നാണ് വിളിക്കപ്പെടുക. നമ്മൾ ഈ റോമൻ കാത്തലിക് സഭയിലുള്ള ഒപ്പീസിൻ്റെ പ്രാർത്ഥനയിൽ ഈ ദാസിയുടെ ആത്മാവിനെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, 90 വയസ്സുള്ള മനുഷ്യനെ ഇതിനെ ദാസി എന്നൊക്കെ വിളിക്കണേ. അപ്പോൾ ഞാനിടയ്ക്ക് ഈ അപ്പച്ചന് വേണ്ടി എന്നൊക്കെയാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു ദിവസം പരിശുദ്ധ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ആ ഒപ്പീസിൻ്റെ പ്രയർ ചെല്ലുമ്പോൾ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ദാസൻ തന്നെ പറയണം, അല്ലെങ്കിൽ ദാസി തന്നെ പറയണം. അല്ലെങ്കിൽ രക്ഷാകരമായ ദിനം എന്ന് മാറ്റി പറയരുത്, ഭയാനകമായ വിധി ദിവസം എന്ന് പറയണം. 2 കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ബോധിപ്പിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഭയാനകമായ വിധി ദിവസത്തിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്കുള്ളിലൊരു ഈ ആൾക്കാരെ നിന്നെ പേടിപ്പിക്കണം, ഇങ്ങനെ ഈ ഒരു റിലീജിയോസിറ്റി, ഒരു ഫിയർ എലമെന്റ് കൂട്ടണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിങ്ങനെ കട്ട് ഷോട്ട് ചെയ്തിട്ട് രക്ഷാകരമായ അനുഭവം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യു ഡോണ്ട് സേ ദാറ്റ് വേർഡ്. അതെന്താണോ സഭ പറഞ്ഞിട്ടുള്ളത് അത് പറയണം. അപ്പോൾ അതിൽ എഴുതിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഭയാനകമായ വിധി ദിവസത്തിൽ. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ പാരഗ്രാഫിലാണ് കർത്താവിൻ്റെ ഈ ദാസിയെ, ഈ ദാസനെ, ആ അപ്പച്ചനെ, ഈ അമ്മച്ചി എന്നല്ല പറയണ്ടേ, ദാസനും ദാസിയും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ തിരുവചനം എഴുതിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എളിമയുള്ളവര് ദൈവത്തിൻ്റെ ദാസനും ദാസിയുമാവും. ഈ എളിമയുള്ള ദാസനും ദാസിക്കും സ്വർഗം കൊടുക്കുന്ന കുറേ കൃപകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നത് അവരുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നുള്ളതാണ്. എളിമയുള്ള വ്യക്തിയാണോ നീ, നിന്റെ മകനും മകളും അനുഗ്രഹിക്കപ്പെടുന്നവരായിട്ട് മാറും. അതിനൊറ്റ ഉദാഹരണം നമുക്ക് എടുക്കാം. പഴയ നിയമത്തിൽ അബ്രാഹമാണ്. അബ്രാഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനതൊരു വചനം എടുത്ത് കൃത്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 18 പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ത്രീത്വം ഈ അബ്രാഹത്തിനെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അബ്രാഹത്തിന് വേണമെങ്കിൽ കുറേ ക്വാളിറ്റി ഒക്കെ പറയാം, ഞാൻ നീതിമാനായ മനുഷ്യനാണ്, വിശ്വാസികൾ, അങ്ങനെയൊന്നുമല്ല പറയണേ. അബ്രാഹാം യൂസ് ചെയ്യുന്ന വേർഡ് ഇങ്ങനെയാണ്: ഈ ദാസന്റെ ഭവനത്തിൽ നിങ്ങൾ വരാൻ കൃപയുണ്ടാകണമേ. ഈ ദാസൻ അങ്ങനെയാണ് എന്ന് പറയാ. ഉൽപ്പത്തി 18:2 എഴുതി വെച്ചിരിക്കണാണ്: യജമാനന്മാരെ ഈ ദാസന്റെ ഭവനത്തിൽ വരാതെ കടന്നു പോകരുതേ. ഈ ദാസനെ, ആ ദാസൻ എന്ന് പറഞ്ഞ് എളിമപ്പെട്ട മനുഷ്യനായ അബ്രാഹത്തെ ദൈവം കൊടുക്കുന്ന കൃപ എന്ന് പറയുന്നത് അവൻ്റെ സന്തതി പരമ്പരകളെ അനുഗ്രഹിക്കുകയാണ്. ദാസനായ അവനെ മാത്രമല്ല, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എളിമ നീ എന്തിനാ അഭ്യസിക്കണേ? എളിമ എന്ന് പറയുന്ന പരമപുണ്യം അഭ്യസിച്ചു കഴിഞ്ഞാൽ നിനക്ക് മക്കളുണ്ടാവും. അവരുടെ 7 തലമുറകളെ കർത്താവ് ഇങ്ങനെ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത.
പരിശുദ്ധ അമ്മ എളിമയുള്ളവളായി മാറിയപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നും വന്ന മകനായ ക്രിസ്തു വഴി ഇങ്ങനെ തലമുറകളിലേക്ക് ഇങ്ങനെ മാറിപ്പോവാ. അപ്പൊ നമ്മൾ പറയില്ലേ, അബ്രാഹത്തിന്റെ തലമുറ എങ്ങനെയാണ്? ആകാശത്തിലെ നക്ഷത്രം പോലെയും മണൽത്തരി പോലെയും കർത്താവ് ഇങ്ങനെ വർദ്ധിപ്പിച്ചെന്ന് മാത്രമല്ല, അവന്റെ ഓരോ മക്കളും ഇസഹാക്ക്, യാക്കോബ്, അവന്റെ തലമുറകളിൽ നിന്ന് വരുന്ന അടുത്ത തലമുറകൾ ഇസ്മായേല്, ഈ പറയുന്ന എല്ലാ തലമുറകളിലേക്കും ഇങ്ങനെ അഭിഷേകത്തിന്റെ കാറ്റ് വീശുന്ന അനുഭവം അബ്രാഹത്തിലൂടെ ഉണ്ടാവുകയാണ്. രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് വിധവയായ ഒരു സ്ത്രീയാണ്. അത് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 2 രാജാക്കന്മാർ 4:2 ഒരാളുടെ ജീവിതത്തിൽ അവരുടെ ഭവനത്തിൽ ഇങ്ങനെ ഐശ്വര്യം നിറയുന്ന അനുഭവം ഉണ്ടാവും. ഇപ്പം നീ ദാസനായി കഴിഞ്ഞ് കർത്താവിന് മുമ്പിൽ എളിമപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എളിമപ്പെടുന്നവരുടെ കുടുംബത്തിൽ ഒന്നിനും കുറവുണ്ടാവില്ല. നമ്മൾ നോക്കും, ഈ വിധവ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ഭവനത്തിൽ എണ്ണയില്ല, എൻ്റെ ഭവനത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവൾ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ദാസിയുടെ പ്രാർത്ഥന ഒന്ന് കേൾക്കാമോ, ഈ ദാസിയുടെ പ്രാർത്ഥന ഒന്ന് കേൾക്കാമോ. ഉടനെ ഏലിയ പ്രവാചകൻ പറയുന്ന കാര്യമുണ്ട്, എടി നിന്റെ വീട്ടില് ഒഴിഞ്ഞു കിടക്കുന്ന പാത്രങ്ങൾ കൊണ്ടുവാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഒഴിഞ്ഞു കിടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ, ഒരിക്കലും വിറ്റുപോകാത്ത ഭൂമി ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ എളിമപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ സ്തുതിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ഈ വിധവയുടെ കണ്ണീര് സ്വർഗം കേൾക്കുന്നത് ഇങ്ങനെയാണ്. അവൾ പറഞ്ഞു, ഈ പാത്രത്തിൽ ഒരു തുണ്ട് എണ്ണയില്ല. ഇവൻ പറഞ്ഞു, നീ എളിമപ്പെടുന്നുണ്ടോ? പ്രാർത്ഥിക്കുക. മിനിറ്റുകൾക്കുള്ളിലാണ് അവളുടെ വീട്ടിലുള്ള എല്ലാ കുറവും പരിഹരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ കൊടുത്തു എന്നല്ല പറയണേ, ആ എണ്ണപ്പാത്രം നിറയുവോളം. എന്നിട്ട് പിന്നെ എലിയെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇനി ഏതെങ്കിലും പാത്രം ഉണ്ടോ മോളെ? അതിൽ കൂടെ അമർത്തി കുലുക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ സമൃദ്ധി നീ കണ്ടെത്തും. ദ വേർഡ് ഓഫ് പ്രോസ്പെരിറ്റി, ദാറ്റ് ഈസ് ദ റിയൽ വേർഡ്. നിന്റെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി വേണോ? ഐശ്വര്യം വേണോ? നിന്റെ വിളവുകൾ ഫലദായകമായി തീരണോ? നിന്റെ മക്കള് ബ്ലസ് ചെയ്യപ്പെടണോ? നിനക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീ എളിമപ്പെടണം. മൂന്നാമത്തെ കഥാപാത്രം യേശു ക്രിസ്തു. അവനെക്കുറിച്ച് പഴയ നിയമത്തിൽ സഹനദാസൻ എന്നാണ് പറയണേ. അതിൽ വചനഭാഗം നമുക്കറിയാം. വചനഭാഗം എങ്ങനെ എഴുതിച്ചിരിക്കുന്നത് നല്ല വചനഭാഗത്തിൽ ഇങ്ങനെയല്ലേ പറയണേ. യെശയ്യായുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സഹനദാസനായിരുന്നു. സഹനദാസനായ മനുഷ്യനാണ് രക്ഷയുടെ തീരത്തേക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റിയത്. ഈശോ അത്ഭുതം ചെയ്തപോലെ ലോകത്തിൽ ആരാ ചെയ്തിട്ടുള്ളത്? ഈശോ അത്ഭുതം ചെയ്തതുപോലെ ഇന്നും ഇന്നലെയും നാളെയും അത്ഭുതങ്ങൾ ചെയ്യുന്നത് ക്രിസ്തുവാ. ഇപ്പൊ ക്രിസ്തുവിനുണ്ടായിരുന്ന ക്വാളിറ്റി എന്താ? അവൻ എളിമയോടുകൂടെ ജീവിച്ചു. അതല്ലേ ഈ ബെത്ലഹേമിൽ പിറന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് വെറുതെ നമുക്കൊരു രസത്തിനാണോ? ഇപ്പൊ പോലും ബെത്ലഹേമിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുമ്പിട്ടിട്ട് വേണം കടക്കാനായിട്ട്. വേണമെങ്കിൽ ഒരു മണിമാളിക പോലെയൊക്കെ പണിതുയർത്താൻ പറ്റാതെയാണോ? ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ പരിക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ എളിമയുടെ പാഠങ്ങൾ ക്രിസ്ത്യാനി മറന്നതാ. ഞാനും നീ അടങ്ങുന്ന സമൂഹം അതിൽ നിന്ന് വിട്ടുപോയതാ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈ വണക്കമാസ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുകയും, അമ്മേ, എൻ്റെ ഉള്ളിൽ നിന്ന് അഹങ്കാരം മാറ്റണം, എൻ്റെ ഉള്ളിൽ എളിമ തരണം. എളിമ തരുമ്പോൾ എൻ്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടും, എൻ്റെ ഭവനത്തിൽ ഐശ്വര്യം നിറയും, എൻ്റെ കൺമുമ്പിൽ അത്ഭുതങ്ങളുടെ ചിരാതുകൾ തെളിയുന്നത് അമ്മേ നീ കണ്ടതുപോലെ ഞാൻ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ കൊണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഈ ശുശ്രൂഷയിലുള്ള എല്ലാ മക്കളോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. സംഭവം: വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്വയംകൃത ചരിത്രത്തിൽ പുണ്യവതി രോഗം പിടിപെട്ട് മരണസന്നയായി കിടന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയ കാര്യം വിവരിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊച്ചുത്രേസ്യയുടെ അപ്പൻ ദുഃഖപരവേശനായി അവളുടെ മുറിയിൽ കടന്നു ചെന്നു. കൊച്ചുത്രേസ്യയുടെ ജ്യേഷ്ഠ സഹോദരിയായ മരിയയുടെ കയ്യിൽ ഏതാനും സ്വർണ്ണ നാണയം കൊടുത്തിട്ട് കൊച്ചുറാണി സുഖം പ്രാപിക്കുവാൻ വിജയമാതാവിൻ്റെ പള്ളിയിൽ നവനാൾ കുർബാന ചൊല്ലണമെന്ന് എഴുതി അയക്കാൻ പറഞ്ഞു. നവനാളിൻ്റെ ഇടയിൽ ഒരു ഞായറാഴ്ച ദിവസം മരിയ, ലയോണി, സെലിൻ എന്നീ സഹോദരിമാർ തങ്ങളുടെ അനുജത്തിയായ കൊച്ചുറാണിയുടെ കിടക്കയ്ക്കരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വിശ്വസ്തോടെ കൂടിയ ആ നിലവിളി സ്വർഗവാതിൽ
തുളച്ചു കടക്കുകയും ചെയ്തു. തുടർന്നുള്ള ഭാഗം സ്വയംകൃത ചരിത്രത്തിൽ നിന്നു തന്നെ നമുക്ക് വായിക്കാം. പെട്ടെന്ന് മാതാവിൻ്റെ സ്വരൂപം ഉയിരും കാന്തിയുമുള്ളതായി തീർന്നു. ആ ദിവ്യ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ നായികയുടെ മുഖത്തെ അപാജയമായ കരുണയും മാധുര്യവും കളിയാടുന്നുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് വരെ തുളഞ്ഞു കയറിയത് അവിടുത്തെ മനോഹരമായ മന്ദസ്മിതമാണ്. തൽക്ഷണം എൻ്റെ വേദന മാറി. കണ്ണുകൾ നിറഞ്ഞ് മനോവികാരങ്ങളാൽ പൂരിതമായി. സ്നേഹപൂർവം എൻ്റെ സഹോദരി മരിയ അപ്പോൾ എന്നെ നോക്കുകയായിരുന്നു. മറിയം മുഖാന്തരമാണ് എനിക്ക് രോഗശാന്തിക്കുള്ള അത്ഭുതകരമായ അനുഗ്രഹം പരിശുദ്ധ കന്യകയുടെ മന്ദഹാസം ലഭിച്ചതിനുള്ളതിന് സംശയമില്ല. ആ സ്വരൂപത്തിന്മേൽ ഞാൻ കണ്ണുകൾ ഉറപ്പിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ ത്രേസ്യയ്ക്ക് സുഗമമായി എന്നു മരിയ വിളിച്ചു പറഞ്ഞു. യാഥാർത്ഥ്യവും അതുതന്നെയായി വന്നു. ചെറുപുഷ്പം വീണ്ടും ജീവിച്ചു. മഹിമയുള്ള സൂര്യൻ്റെ തെളിഞ്ഞ ഒരു രശ്മി ചൂടും വെളിച്ചവും ഉൽപ്പാദിപ്പിച്ച ദുഷ്ടനായ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥന. മൂശയുടെ നിയമങ്ങൾക്കു വിധേയമായി ഞങ്ങൾക്ക് നിയമ അനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യകയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യോന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്കു നൽകണമേ. അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി അങ്ങേ പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി. ദിവ്യമാതാവേ, ഞങ്ങൾ അങ്ങേ ദിവ്യസുതനെയും അങ്ങയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ. ഞങ്ങൾ മഹാമനസ്കതയും സ്നേഹമുള്ളവരും ആയി തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദനമല്ലട്ടെ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ
പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുകൃത ജപം. മറിയമേ സുസ്തി, നാദേ സുസ്തി, സമുദ്രതാരമേ സുസ്തി, മറിയമേ സുസ്തി, നാദേ സുസ്തി, സമുദ്രതാരമേ സുസ്തി, മറിയമേ സുസ്തി, നാദേ സുസ്തി, സമുദ്രതാരമേ സുസ്തി. മെയ് മാസപ്പൂവേൻ സ്വർഗം ചാർത്തിയൊരഴകേ